ഈ ബോൺസിന്റെ അകത്ത് അവൻ ആസിഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് അഴുകാൻ അവൻ ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ മനസ്സിലാക്കി സാറേ? ഇവിടെ ഞങ്ങൾ റീസർച്ച് ചെയ്ത് നോക്കി. നിങ്ങളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ ബോഡി കൊണ്ടുപോയോ? ആ, ഇപ്പം ഞങ്ങൾ മോർച്ചറി എടുത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഡീറ്റെയിൽസ് വരുമ്പോൾ എന്നെ ഒന്ന് അറിയിക്കണേ. ഡീറ്റെയിൽസ് വരുമ്പോൾ ഡീറ്റെയിൽസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ആസിഡ് യൂസ് ചെയ്തെന്ന് മാത്രമേ നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളൂ. ഡീറ്റെയിൽസ് പിന്നെ എപ്പോൾ അറിയും? ഡീറ്റെയിൽസ് 1 മാസം കഴിയണം. അതായത് മൊത്തം ബോഡി ചെക്ക് ചെയ്യണം. ആ ശരി, എന്നാലേ ഡീറ്റെയിൽസ് ആകുമ്പോൾ 1 മാസം കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ഇനി ഓക്കെ. ബാക്ക് സ്റ്റോറി. സൗണ്ട് എന്റെ വീട്ടിൽ കള്ളം കയറി. കണ്ടോ എത്തിക്കിട്ട് അടിച്ച് ചൂട്. ചേട്ടാ എനിക്കൊരു പന്നിപ്പോത്ത് തരാമോ? താങ്ക് യു. എത്ര രൂപയാ? 200. ഓക്കെ. എന്നാ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നെവിൻ സുഭാഷ് കണ്ണൻ എന്ന് പറയുന്ന ഒരാളെ മത്സരിക്കുന്നുണ്ട്. DNA ടെസ്റ്റ് ചെയ്യും. പുള്ളിയുടെ വീട് വരുന്നത് കുമ്മളിയിലാണ്. നമുക്കൊന്ന് അവിടെ പോയി ചെക്ക് ചെയ്യാൻ നോക്കേണ്ട ആവശ്യമുണ്ട്. ശരി, നമുക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാം. അറിയത്തില്ല. ഇവിടെ 2 വണ്ടി. ഇവിടെ 2 പിന്നെ ഈ മകനൊരു സാഹചര്യം വന്നപ്പോഴത്തേക്കും അവൻ വീട് മാറി ഏതൊരു ഫ്ലാറ്റിലോട്ട് പോയി. പിന്നെ അവൻ അവിടെ ഇരുന്നോ താമസിക്കുന്നു. ഇതില്ലേ മാക്കറോട് വണ്ടി? ഇതാ മാക്കറോട് വണ്ടി. ഇതല്ല, ദിസ് ഈസ് നോട്ട് പോസിബിൾ. ഈ കേൾ നമ്പറാണ് ഞാൻ കണ്ടേ. ഞാൻ ക്യാമറ കൂടെ ഇത് കണ്ട. ഇത് നമ്മുടെ മറ്റേ പോസ്റ്റിന്റെ അതിൽ കൂടെ നമ്മൾ പോസ്റ്റിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാറേ ഇത് ഇവന്റെ അമ്മയുടെ വണ്ടിയാ. ഓ, ഇവിടെ 4 അതെ, ഇവിടെ 4 ഇനി എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ എല്ലാ ഫുട്ടേജസും എടുക്കണം. വാ, വേഗം വാ. അല്ല, എല്ലാ കമ്പ്യൂട്ടറിലും 37803890388904 എന്ന് പറയുന്ന ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അറിയിക്കണം. സുഭാഷ് മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞല്ലോ. സാറേ ഇവിടെ ഇങ്ങനെയായിട്ടൊന്നുമില്ല. സാറേ അങ്ങോട്ട് പോകണ്ട. കളിക്കാനുണ്ട്.
സാറേ എന്തിനാ എന്നെ സാറേ അടിക്കില്ല സാറേ സാറേ എന്തിനാ അടിക്കുന്നത് എന്താ സാറേ 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 അങ്ങനെ നെവിന്റെ അമ്മ ജയിലിലായി. അപ്പോൾ അവിടെ മാക്രോന്റെ അമ്മ നെവിന്റെ അമ്മ വീണ്ടും പിടിയിലായിരിക്കുകയാണ്. അതാ അലോഷി എന്ന പോലീസ് വീരനാണ് അതിനെ പിടികൂടാൻ നമ്മളെ സഹായിച്ചിരുന്നത്. ഇതാ ഇപ്പോൾ ദൃശ്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് നെവിന്റെ അമ്മയെ പിടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതാ വേഗം നിന്ന് എല്ലാവരും കാണുക. ന്യൂസ് ചാനൽ റിപ്പോർട്ട് 21 ഞാൻ പറയാം. മുസ്ലിം അമ്മച്ചീനെ പിടിച്ചോണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. സാറേ ഞാനിത് ചെയ്യട്ടെ സാറേ അതിൻ്റെ അർത്ഥം അല്ല സാറേ അല്ല സാറേ അല്ല സാറേ ബ്ലഡ് കൊടുക്കുന്നുണ്ട്. സാറേ ഇവിടെ ഇനി കാണാൻ പോകുന്ന സീനാണ് മുസ്ലിം അമ്മച്ചീനെ ചോദ്യം ചോദിക്കാൻ പോകുന്നത്. നീ നിന്റെ മകനെ ഇല്ല പിന്നെ നിന്റെ വീട്ടിൽ എങ്ങനെ ജോലി വന്നേ? സാറേ എനിക്ക് അറിയില്ല സാറേ, അത് വേറെ ആരാണ് എനിക്കറിയത്തില്ല. പിന്നെ നിങ്ങളുടെ വീട്ടിൽ എന്നതിനാണ് കയറുന്നത് നിങ്ങളറിയണ്ട സാറേ. എനിക്കറിയോ ഞാനാണോ വീടിന് പ്രശ്നം താനില്ല രണ്ട് വേറെ ആരും സാറേ. അവന് കുറച്ച് ഡിപ്രഷൻസ് ഒക്കെ ഉണ്ട്. ആർക്ക്? നെബിന് സാറേ. അവൻ എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ തൊട്ട് അവൻ ഈ വീട് വിട്ട് പോയതാണ്. പിന്നെ അവന് ഇതുവരെ കാരണം അവന് അച്ഛനോട് കുറച്ച് പകയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ നേരത്തെ തന്നെ ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന്. അതുകൊണ്ട് തന്നെ പിന്നെ അവനെ ഞങ്ങൾ കണ്ടിട്ടുമില്ല. ലാസ്റ്റ് ആയിട്ട് കണ്ടത് അവനൊരു ജോലി കിട്ടിയെന്നും പറഞ്ഞ് ഒരു അപ്പോയിൻമെൻറ്റുമായിട്ട് വന്നു. പിന്നെ അവൻ അതിനെ കണ്ടിട്ടില്ല. ഞങ്ങൾ പിന്നെ അവനെ കണ്ടിട്ടില്ല. മിണ്ടിയിട്ടുമില്ല കണ്ടിട്ടുമില്ല. എങ്ങോട്ടവൻ പോയി? നിങ്ങൾ അവൻ പോയ മറ്റേ ഇതുവല്ലോ കിട്ടിയിരുന്നു സാറേ. അവൻ ലാസ്റ്റ് ആയിട്ട് പോയത് എന്താണ്ട് ആ ഒരു ജോലിക്ക് വേണ്ടി ഹൈദരാബാദ് വരെ എങ്ങാണ്ട് പോയിരുന്നു. പിന്നെ ഇവിടെ എവിടെയൊക്കെ കണ്ട് ചുറ്റി നടക്കുന്നുണ്ട്. പിന്നെ തിരിച്ചു വന്നിട്ടില്ല. പിന്നെ എനിക്ക് തിരിച്ചു വന്നതായിട്ട് ഓർമ്മയില്ല. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞങ്ങൾ ചോദിച്ചു. ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ആൻസേഴ്സ് കിട്ടാൻ സാധ്യത. ഫ്രണ്ട്സിൻ്റെ വണ്ടിയുടെ നമ്പർ അതൊന്നും എനിക്കറിയത്തില്ല. എന്നാലും പേര് ഞാൻ പറയാം. നിർമ്മൽ, അജേഷ്, അഭിലാഷ്, പിന്നെ സുകുമാർ. ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ടല്ലോ. ജസ്റ്റിന് അവനെന്നെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, എൻ്റെ കൂടെ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റിൻ എന്ന് പറയുന്നത് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഹൈദരാബാദിൽ പോയപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അവൻ ആ ലാസ്റ്റ് ആയിട്ട് പോയത് മാക്രോ എന്ന് പറയുന്ന ഒരുത്തൻ്റെ കൂടെ. അല്ലാണ്ട് അവൻ്റെ ഒരു ദിവസം ലാസ്റ്റ് ആയിട്ട് വീണ്ടും ഒരു ദിവസം അവൻ വന്നായിരുന്നു ഞങ്ങളുടെ വീട്ടിലോട്ട്. അതായത് അവൻ്റെ വീട്ടിൽ മോഷണം പറ്റി. അവൻ ആ ഒരു കള്ളനിട്ട് അവൻ്റെ ആ ഒരു അവൻ്റെ ഇവിടെ കിട്ട് അവൻ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായിട്ട് പിന്നെ കണ്ടിട്ടില്ല അവനെ. അങ്ങനെ ഒരു കാര്യം പറയട്ടെ, മരിച്ചു. സാറേ ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും സാറേ? ആ മറ്റേ അടിച്ചവൻ ഇവൻ്റെ ഇവൻ ഈ മകൻ ഇവനെ അടിച്ചോണ്ട് നിങ്ങളുടെ മകൻ അവനെ അടിച്ചോണ്ട്
തിരിച്ചൊരു ദിവസം വന്നപ്പോൾ അവൻ്റെ പുറകിൽ കത്തിക്ക് കിട്ടി. സാറേ അതെങ്ങനെ സാറേ സാറേ അത് വേറെ വല്ലവരും ആയിരിക്കും സാറേ. എൻ്റെ ഹൈദരാബാദിലാണ് സാറേ. അവൻ്റെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഫേസ് റിവ്യൂൽ ഉണ്ടായിരുന്നു. ഇപ്പം അവൻ്റെ ഫേസ് ഒരു വെള്ള കളറിട്ട് ഒരു പിരികൊക്കെ ഏതാണ്ടൊരു ഇത് സാറേ വാക്കറുടെ കാര്യമാണോ പറയുന്നത്? സാറേ ആ തെണ്ടിനെ എനിക്കറിയത്തില്ല സാറേ. നോക്കിനെ കൊന്നതിന് ഞാൻ തീർത്തിരിക്കും സാറേ. അവനെ എവിടെയാന്ന് പറ. തോടോ